കോഫി കേക്ക്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കോഫി കേക്കാണ്. അതും ഓവൻ ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണിത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദാമാവ് ഞാൻ എടുത്തിട്ടുണ്ട്. അതായത് 250 ml മൈദാമാവ് എടുക്കുമ്പോൾ അരിച്ചെടുത്ത് എടുക്കുക. 220 ml ഷുഗർ പൗഡർ, 3 ടേബിൾ സ്പൂൺ ഓയിൽ, 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ, 4 ടേബിൾ സ്പൂൺ പാലിൽ കോഫി പൗഡർ കലക്കിയെടുക്കണം, 2 മുട്ട, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് ഉപ്പ്. ഇനി ഇതിലേക്ക് 2 ഡ്രോപ്പ് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കണം. 2 മുട്ട ആദ്യം വലിയൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. വാനില എസൻസ് 2 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കുക. ഐസിങ് ഷുഗർ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഞാനിവിടെ ഒരു വിസ്കാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക് ബീറ്റർ ഇല്ലാതെ തന്നെ നമുക്ക് ഈ കേക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ബാക്കിയുള്ള ഷുഗറും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഒരു 2 മിനിറ്റ് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു പരുവത്തിൽ ആയി കിട്ടിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ, 4 ടേബിൾ സ്പൂൺ പാലിൽ കലക്കിയതാണ്, അത് ഒഴിച്ചു കൊടുക്കുക. എപ്പോഴും കോഫി പാലിൽ കലക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഡയറക്റ്റായിട്ട് കോഫി പൗഡർ ചേർത്ത് കൊടുക്കരുത്. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. നല്ല പോലെ ഒന്ന് യോജിപ്പിക്കാം. ശേഷം ഇതിലേക്ക് മൈദാമാവ് കുറേശ്ശെയായി ഇട്ട് കൊടുക്കുക. കുറേശ്ശെയായി ഇട്ട് കൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്യുക. നല്ല പോലെ മിക്സ് ചെയ്യാം. ഇനി വിസ്ക് മാറ്റാം. ശേഷം നമുക്ക് ഒരു വലിയ തവിയോ സ്പാച്ചുലയോ കൊണ്ട് ഒരു ഭാഗത്തേക്ക് ഇളക്കി കൊടുക്കാം. കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനൊരു ടിന്നിലാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റീലോ അലുമിനിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ബട്ടർ അല്പം തടവി കൊടുക്കുക. ശേഷം അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് കേക്ക് മിക്സ്ചർ ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ വലിയൊരു വെസലിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഉപ്പാക്കി കൊടുക്കുക. ശേഷം ഒരു സ്റ്റാൻഡ് ഇല്ലെങ്കിൽ അലുമിനിയോ സ്റ്റീലോ പാത്രം ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുത്താൽ മതിയാവും. അതിന് മുകളിൽ ടിന്ന് വെച്ച് കൊടുത്താൽ മതിയാവും. ഇനി സ്റ്റാൻഡ് വെക്കാം. അതിന് മുകളിൽ
കേക്ക് ടീൻ വെച്ച് കൊടുക്കുക. ഇതുവരെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. അടച്ച് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വേണം 35 to 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. 35 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കോഫി കേക്ക് ഇവിടെ റെഡിയായി. ഇതിന് മുകളിൽ ഐസിങ് ഷുഗർ കൊണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടുന്ന നല്ലൊരു കേക്കാണിത്. താങ്ക് യു.